ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം 118 സങ്കീർത്തനം 22, 23 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. മനോഹരമായൊരു വാക്യമാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. കഴിഞ്ഞ 28 വർഷം കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എനിക്ക് മാനസാന്തരം തന്നു. കർത്താവായ യേശുക്രിസ്തു ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു. യേശുക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം തുടങ്ങുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കർത്താവ് ബലഹീനായി എനിക്ക് കൃപ എന്ന് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. യേശുവിനെ രക്ഷിതാവും ദൈവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ രോഗിയായിട്ട് കിടപ്പായി പോയത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്യാഹിതം പോലെ എൻ്റെ പഠനം മുടങ്ങി. എൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും എൻ്റെ പിതാവിനെ സഹായിക്കാനായിട്ട് ഞാൻ കച്ചവട സ്ഥാപനത്തിൽ പോകുമായിരുന്നു, അത് മുടങ്ങി. തീർത്തും ആരോഗ്യമില്ലാതെ കിടപ്പായി പോയ ഒരു സമയമായിരുന്നു. 8-9 ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും രോഗക്കിടക്കയിൽ നിരന്തരം വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്നതായ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് ഈ വാക്യത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, അന്ന് ആ രോഗം വന്ന് കിടന്നപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കൂടുതലായിട്ട് അനുഭവിക്കുവാനും യേശുക്രിസ്തു എനിക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ചതിനെക്കുറിച്ചും യേശുക്രിസ്തു എനിക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെട്ടതിനെക്കുറിച്ചും യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം കൊടുത്തതിനെക്കുറിച്ചും അത് സുവിശേഷ വേല എന്ന മനോഹരമായ ദൗത്യമാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞത് ആ സമയത്താണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കർത്താവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി: കർത്താവേ, എനിക്ക് രോഗം മാറിയില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകുമെന്ന്. കാരണം ഈ ക്രൂശിലെ സ്നേഹം എന്നെ വശീകരിച്ചു. ഈ ക്രൂശിലെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി എന്നെ പിടിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രോഗക്കിടക്കയിൽ നിന്നും കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. എനിക്ക് മനോഹരമായൊരു ജീവിതം കർത്താവ് തന്നു, നല്ലൊരു കുടുംബജീവിതം കർത്താവ് തന്നു. എൻ്റെ ബിസിനസ് എല്ലാം മനോഹരമായിട്ട് നോക്കുവാനും അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേല ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ചെയ്യുവാനെല്ലാം കർത്താവിന് കൃപ തന്നു. പ്രിയമുള്ളവരെ, ഇന്നും അനേക കാര്യങ്ങളിൽ മാറാനുണ്ട് സ്വഭാവത്തിലെല്ലാം, പക്ഷേ കർത്താവിൻ്റെ കൃപ എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ആ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സുവിശേഷകനായി തീരുകയില്ലായിരുന്നു. ആ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകില്ലായിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവേ, രോഗം വന്നത് നന്നായി, ദുരിതങ്ങൾ വന്നത് നന്നായി, കഷ്ടത വന്നത് നന്നായി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ കൂടുതലായിട്ട് അനുഭവിച്ചറിയുവാൻ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കർത്താവെ എനിക്ക് നീ ഭാഗ്യം തന്നല്ലോ. യഥാർത്ഥമായി സ്നേഹിക്കുന്നത് ഭാര്യയേക്കാൾ, അമ്മയേക്കാൾ, അപ്പനേക്കാൾ, മക്കളെക്കാൾ അധികമായിട്ട് യഥാർത്ഥമായി സ്നേഹിക്കുന്ന സ്നേഹം എന്താണെന്ന്, അത് കാൽവരി ക്രൂശിലെ സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് എനിക്ക് ബലഹീനായി എനിക്കൊരു ഭാഗ്യം തന്നു. നിങ്ങൾ രോഗക്കിടക്കയിലാണോ? നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയാണോ? മക്കളെക്കുറിച്ചാണോ? കടത്തെക്കുറിച്ചാണോ? എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ലൗകികരമായ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, എന്ത് ദുഃഖം വന്നുകൊള്ളട്ടെ, നാളൊരിക്കൽ ഇങ്ങനെ പറയാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരായിട്ട് മാറണം. ഇത് യഹോവയാൽ സംഭവിച്ചു,
നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസും ഇതേ അർത്ഥം വരുന്നൊരു വാക്യം പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. എത്ര മനോഹരമായ വാക്യമാണ്! ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് സകലതും നന്മയ്ക്കായിട്ട് മാറുമെന്ന്. ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ ഒരു പടയാളിയെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ പരിക്കേറ്റതായ പടയാളി, വെടിയേറ്റതായ പടയാളി ഇഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടെൻറ്റിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൽ ഒരു മേശയിൽ ഒരു വേദപുസ്തകം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇഴഞ്ഞ് എന്നിട്ട് ആ വേദപുസ്തകം തുറന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ പടയാളികൾ കാണുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം തല കുമ്പിട്ട് ആ വേദപുസ്തകത്തിന് മുകളിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ആ വേദപുസ്തകത്തിൽ മുഴുവനും രക്തം പുരണ്ട പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരം നിൽക്കുന്നത് കണ്ടു, ഒരു കരം വെച്ചിരിക്കുന്നത് കണ്ടു. ആ കരം ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായ വാക്യം. ആ വാക്യമാണ് ആ മരിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസിയായ പടയാളി അവസാനമായിട്ട് വായിച്ചത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്ത് പ്രത്യാശ നൽകുന്ന വാക്യമാണെന്ന് നോക്കൂ പ്രിയമുള്ളവരെ. മരണഭയമെല്ലാം മാറിപ്പോകുന്ന വിശ്വാസമാണ് പുനരുദ്ധാന വിശ്വാസം എന്ന് പറയുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ളതായ വിശ്വാസം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ വിശ്വാസം. ഈ പുനരുദ്ധാന വിശ്വാസം മരണത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യം നൽകുന്ന വിശ്വാസമാണ്. ഈ പുനരുദ്ധാന വിശ്വാസം ഭാവിയെക്കുറിച്ച് ഉറപ്പും പ്രത്യാശയും നൽകുന്ന വിശ്വാസമാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാലത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വൈകുകയാണെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കും. നമ്മളുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. നമുക്ക് ഏതാനും ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? ദൈവത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു മനോഹരമായ വാക്യമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അദ്ദേഹം പറയുകയാണ്. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിലാണ് അത് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് AD 54 ഈ ഭാഗങ്ങളെല്ലാം എഴുതുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമെല്ലാം എഴുതുന്നത്. തൻ്റെ മിഷണറി യാത്രയിൽ കൊറിന്ത് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പട്ടണമാണ്. അത് അവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ്. അവർ ജ്ഞാനികളെങ്കിലും പുനരുദ്ധാനത്തിലൊന്നും ഒരിക്കലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നവരല്ല ഈ കൊരിന്ത്യയിലുള്ള ജനങ്ങളെല്ലാം. അവിടെ ചെന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ഗ്രീക്കുകാരുടെ അവിശ്വാസം അന്നത്തെ കൊരിന്ത്യ സഭയിലേക്കും ഇരച്ചു കയറിയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ഗ്രീക്കിൽ ചെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രസംഗിച്ചു. പ്രിയമുള്ളവർ, അനേകരും മാനസാന്തരപ്പെട്ടു. അവിടെ പല സഭകൾ രൂപം കൊണ്ടു. അവിടെ കൊരിന്ത്യയിലെ സഭയിലെ ഈ ഗ്രീക്കുകാരുടെ അവിശ്വാസം കയറി വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ പുനരുദ്ധാനത്തെക്കുറിച്ച് ശക്തിയോടുകൂടി പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതിയ ലേഖനമാണ് ആ 15-ാം അധ്യായം, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ഉറപ്പിക്കുന്നതായ ലേഖനം. അവിടെ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിശ്വസിക്കുന്നത്? പുനരുദ്ധാനം ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം അത്രയും. നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് ഞങ്ങൾ കള്ളസാക്ഷ്യം പറയുന്നവരായിട്ട് മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണോ? ഈ ആയുസ്സല്ല, വരുവാനുള്ള ആയുസ്സിലെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ഈ അവിശ്വാസത്തിനെതിരായിട്ട് സെന്റ് പോൾ പറയുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരായിരുന്നു സദൂക്യർ. സദൂക്യർ എന്ന് പറയുന്ന ആ വിഭാഗം, യഹൂദന്മാരിലുള്ള വിഭാഗത്തിന് പുനരുദ്ധാനം ഇല്ല എന്ന് സമർത്ഥിക്കുന്നവരായിരുന്നു അവർ. അവരോടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യം പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവും, നിങ്ങൾ ദൈവത്തിന്റെ ശക്തി അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവും എന്ന്. പ്രിയമുള്ളവരെ, ഈ തെറ്റിപ്പോയവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അനേകരുണ്ടായിരുന്നു. അന്നത്തെ പലവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പരീശന്മാര്, ശാസ്ത്രിമാര്, സദൂക്യര്, എസ്സേനര്, ഹെരോദ്യര്, എരിവുകാർ എന്ന് പറയുന്നതായ പല ഗ്രൂപ്പുകൾ അന്നുണ്ടായിരുന്നു. അവർ പലരും തെറ്റിപ്പോയവരായിരുന്നു. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പുനരുദ്ധാനം ഉണ്ടെന്ന് അറിയാമെങ്കിലും അവർ ഹൃദയം കൊണ്ട് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അധരങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, അവർ മറ്റു മനുഷ്യരെ പഠിപ്പിച്ചിരുന്നു എങ്കിലും
അവർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ അവരുടെ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ ജീവിക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുകയാണ്. അധരങ്ങളിലുണ്ട് തിരുവചനം, മറ്റൊരു പഠിപ്പിക്കാനെല്ലാം മുൻപന്തിയിലുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല. അടുത്ത വാക്യം, മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരി. പുറമേ പഠിപ്പിക്കലും പഠനങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്നെ വ്യർത്ഥമായിട്ട് ഭജിക്കുകയാണ്, കാരണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കാറുണ്ടോ? വചനം വായിച്ച് ഗ്രഹിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വ്യാപാരമുണ്ടെങ്കിലാണ് തിരുവചന സത്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ്മയിലേക്ക് വരണം, നിരന്തരം വചനം കേൾക്കണമെന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ ഓരോ വചനവും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിക്കണം, അലക്ഷ്യമായിട്ട് കാണരുത്. ഓരോരോ ശുശ്രൂഷകന്മാർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതികളിൽ വചനം കൊടുക്കും. ബൈബിളിൽ പത്യോപദേശങ്ങളുമുണ്ട്, ധർമ്മോപദേശങ്ങളുമുണ്ട്. ഇത് രണ്ടും ആവശ്യമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഇത് രണ്ടും പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് പത്യോപദേശം എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. അത് രക്ഷയിലേക്ക് നയിക്കുന്നതാണ് പത്യോപദേശം എന്ന് പറയുന്നത്. എന്നാൽ ധർമ്മോപദേശം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇത് രണ്ടും ആവശ്യമാണ് പ്രിയമുള്ളവരെ. വിശ്വാസമില്ല എങ്കിൽ, തിരുവെഴുത്തുകളെ കുറിച്ച് അറിയുന്നില്ല എങ്കിൽ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയുന്നില്ല എങ്കിൽ, പുനരുദ്ധാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാത്തത് എന്ത്, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്നത്. ഇത് രണ്ടും ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം എഴുന്നേക്ക് മുമ്പ് ബൈബിൾ നോക്കിയാൽ മലാക്കി പ്രവാചകന്റെ പുസ്തകമാണ് കാണുന്നത്. ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിനും മത്തായിയുടെ പുസ്തകത്തിനും ഇടയിൽ ഒരു 450 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ട്. അതിന് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇരുളടഞ്ഞ കാലം എന്നാണ്. ഇരുളടഞ്ഞ കാലം. ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടില്ല, ദൈവ ശബ്ദമില്ല, പ്രവാചക ശബ്ദമില്ല. മലാക്കി പ്രവാചകന്റെ പ്രവചനത്തിന് ശേഷം 450 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു പ്രവാചക ശബ്ദം യോഹന്നാൻ സ്നാപകനിലൂടെ ഉണ്ടാകുന്നത്. ഇരുളടഞ്ഞ കാലഘട്ടം എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് യഹൂദന്മാരുടെ ഇടയിൽ പല പല ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത്. ആ ഗ്രൂപ്പുകളിൽ പെട്ടവരാണ് പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്കിയര്, എരിവുകാര്. എരിവുകാർ എന്ന് പറയുന്നത് ദേശാഭിമാനികളാണ്. റോമാക്കാരുടെ ഭരണത്തിനെതിരെ പോരാടണം എന്ന് പ്രഘോഷിക്കുന്നവരാണ്, പ്രബോധിപ്പിക്കുന്നവരാണ്. എന്നാൽ സദൂക്കിയർ എന്ന് പറയുന്നവരെ, സാദേക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം യേശുക്രിസ്തുവിന് 260 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ഈ മതം സ്ഥാപിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സാദേക്ക് സന്നിധിരീൻ സംഘത്തിലെ നേതാവായിരുന്നു. 70 പേരടങ്ങുന്ന സന്നിധിരീൻ സംഘം എന്ന് പറയുന്നതാണ് യഹൂദന്മാരുടെ സുപ്രീം കോടതി എന്ന് വിശേഷിപ്പിക്കാവുന്നതായ ന്യായപീഠം. ആ സാദേക്കാണ് സദൂക്കിയ വിഭാഗത്തിൻ്റെ തലവൻ. ഈ സദൂക്കിയർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മരണാനന്തരം ഒന്നുമില്ല, മരണത്തോടൊപ്പം മനുഷ്യൻ്റെ ആത്മാവ് മരിക്കുകയാണ്, പുനരുദ്ധാനമില്ല, ദൂതനില്ല, ആത്മാവില്ല. ഇതാണ് അവരുടെ വിശ്വാസം. ഇവർ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊന്നും ഇവർ ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങളിൽ മശിഹായെക്കുറിച്ച് പറഞ്ഞതോ, യേശയ്യാ പ്രവാചക പുസ്തകത്തിൽ മശിഹായെക്കുറിച്ച് പറയുന്നതോ, ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നതോ ഒന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ ശാസ്ത്രിമാരെ മോശയുടെ ന്യായപ്രമാണം വിവർത്തനം ചെയ്യുന്നവരാണ്. വിവർത്തനം ചെയ്ത് അവർ മോശയുടെ ന്യായപ്രമാണം നല്ലതുപോലെ പഠിച്ചതുകൊണ്ട്, പ്രവാചക പുസ്തകങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ചതുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ പ്രാഗൽഭ്യം നേടിയവരാണ്. അവരെ നല്ല ജ്ഞാനമുള്ളവരായിരുന്നു ശാസ്ത്രിമാർ. എന്നാൽ പരീശന്മാരോ, അവർ അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെടുന്നവരാണ്. അവർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വാസമുണ്ട്. മോശയുടെ ന്യായപ്രമാണമെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൂടാതെ ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ടാക്കിയവരാണ് പരീശന്മാർ. മറ്റുള്ളവരെ എല്ലാം പുച്ഛത്തോടെ കാണുന്ന ആത്മീയ അഹങ്കാരമുള്ളവരാണ്. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്ന ആത്മീയ അഹങ്കാരമുള്ളവരാണ് പരീശന്മാർ. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു, മറ്റുള്ളവരെ വിധിക്കുന്നു, ചുങ്കക്കാരെല്ലാം വിധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അവരോട് പറയുകയില്ല, പാപക്ഷമയെക്കുറിച്ചോ പാപമോചനത്തെക്കുറിച്ചോ അവരോട് പറയുകയില്ല. അങ്ങനെ ആത്മീയ അഹങ്കാരികളായിട്ട് നടന്നവരാണ് പരീശന്മാർ.
കർത്താവായ യേശു ക്രിസ്തു ഈ സദൂക്യരെയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം വിമർശിക്കുന്നുണ്ട്, ശക്തമായിട്ട് ശാസിക്കുന്നുണ്ട്. സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നുണ്ട്, വെള്ളതേച്ച ശവക്കല്ലറുകളെ എന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കപടഭക്തിക്കാരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവരെ ശാസിക്കുകയും അവരെല്ലാം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് മുൻപന്തിയിൽ വരികയും ചെയ്തവരാണ്. ഇങ്ങനെയുള്ള സദൂക്യരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തും ദൈവശക്തിയും നമ്മൾ അറിയണം, ഗ്രഹിക്കണം, വചനം കേൾക്കണം. ഒരു വചനവും നിങ്ങൾ അലക്ഷ്യമാക്കരുത് പ്രിയമുള്ളവരെ. 31 വാക്യം. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഈ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമാണ് സദൂക്യർക്ക് അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് മോശയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് ഇവരോട് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ദൈവം മോശയോട് അരുളി ചെയ്ത കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മോശ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ, മിദ്യാനിലെ പുരോഹിതനായ അമ്മായപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആടുകളെ മേയിച്ച് മോശ ഫറവോൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോന്നിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. ഇതാ ഹോരേബ് പർവ്വതം വരെ മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു മുൾപടർപ്പിൽ തീ ആളിക്കത്തുന്നു. ശ്രദ്ധിച്ചു നോക്കിയിട്ട് അനേക സമയം കഴിഞ്ഞിട്ടും ഈ മുൾപടർപ്പിന് ഒന്നും സംഭവിക്കുന്നില്ല, അത് വാടിപ്പോകുന്നില്ല, പക്ഷെ തീ കത്തുന്നുണ്ട്. ഈ കാഴ്ച കാണണമല്ലോ, സൂക്ഷിച്ച് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് മോശ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് വന്നപ്പോൾ അതിലൊരു ദൂതൻ നിൽക്കുന്നത് ദൂരെ നിന്ന് മോശ കാണുകയാണ്. അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ പറയുകയാണ്, യഹോവ കണ്ടു മോശ അടുത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, മോശേ മോശേ എന്ന് വിളിച്ചു. ഇതാ അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ നോക്കുമ്പോൾ അവിടെ നിന്ന് ക്രിസ്തുവാണ്. ആ ദൂതൻ, യഹോവയുടെ ദൂതൻ എന്ന് പറയുന്ന ഭാഗമെല്ലാം പഴയ നിയമത്തിൽ പറയുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ ഇങ്ങോട്ട് അടുക്കരുത്. യഹോവയെ കണ്ട് ഭയപ്പെട്ട് മോശ കുമ്പിട്ട് നിൽക്കുകയാണ്, മുഖം മൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് യഹോവ പറയുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും നിന്റെ പിതാവിൻ്റെ ദൈവവുമാകുന്നു എന്ന് പറയുകയാണ്. ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സദൂക്യരോട് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്നിട്ട് കർത്താവ് പറയുകയാണ്, അടുത്ത വാക്യം, എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആയിരുന്നു എന്നല്ല അവിടെ പറയുന്നത്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാകുന്നു, ഞാൻ യാക്കോബിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാർ ഇന്നും ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്നു പ്രിയമുള്ളവരെ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞില്ലേ? യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, ഇപ്പോൾ കണ്ട് സന്തോഷിക്കുകയാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അബ്രഹാം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ചതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കണ്ട്, യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് ജനം മാനസാന്തരപ്പെടുന്നത് കണ്ട്, പാപം വലിച്ചെറിഞ്ഞ് കുരിശുമെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നത് കണ്ട്, യേശുവിന് വേണ്ടി മരിക്കാനുള്ള സമർപ്പണത്തോടെ വള്ളവും പടവും വലയും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടുന്നത് കണ്ട് അബ്രഹാം സ്വർഗത്തിൽ നിന്ന് സന്തോഷിച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ വാക്ക് പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാകുന്നു എന്നുള്ള വാക്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാകുന്നു. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 23 വാക്യങ്ങൾ വായിക്കാം. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. അങ്ങനെ ആവർത്തന പുസ്തകത്തിലുണ്ട്. മക്കളില്ലാതെ ഒരു മനുഷ്യൻ, ഒരു യഹൂദൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ മരിച്ച സഹോദരന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും
ആ മരിച്ച സഹോദരന് വേണ്ടി സന്തതിയെ ജനിപ്പിക്കുകയും വേണമെന്ന് ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട്. ആ വിവരമാണ് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതിയില്ലായിയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ച് രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. ഒരു കുടുക്ക് ചോദ്യവുമായിട്ടാണ് അവർ വരുന്നത്. ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, 7 പേർ വിവാഹം കഴിച്ചു. ആ സ്ത്രീ മക്കളില്ലാതെ മരിച്ചു. പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ ഈ 7 പേരുടെയും ഭാര്യ ആയിരിക്കുകയില്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് അവരുടെ ചോദ്യം. അപ്പോഴാണ് കർത്താവ് മറുപടി പറയുന്നത്. അടുത്ത വാക്യം. യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ അല്പജ്ഞാനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ശരിയായ അർത്ഥം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ചില തീർത്ഥയാത്രകളിലേക്ക് പോകും. ദൈവത്തിന്റെ വചനം കേൾക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യാത്തവരാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്തുവാനും അങ്ങനെ രക്ഷ സ്വന്തമാക്കുവാനും വേണ്ടിയിട്ട് പല മലകളും കയറി ഇറങ്ങി നടക്കുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം മൂലമാണ് രക്ഷ എന്നും യേശു നിനക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെട്ടു എന്നും നിന്റെ പാപത്തിന് പരിഹാരം കുരിശിന്മേൽ വരുത്തിയെന്നും യേശു രക്തം ചിന്തി മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദര, നീ രണ്ടാമതൊരു സ്ഥാനം എടുക്കേണ്ട ആവശ്യമില്ല. ഒരാശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധന, സത്യാരാധന ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് ശമരിയക്കാരി സ്ത്രീയോട് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടുന്നതല്ല, ഏതെങ്കിലും ഒരു ഹാളിൽ കൂടുന്നതിന് ഒരു പ്രസക്തിയുമില്ല. ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഏതെങ്കിലും ഒരു പ്രത്യേക ദേവാലയത്തിൽ പോകുന്നതിനോ ഒരു വ്യത്യാസവുമില്ല, ഒരു പ്രത്യേകതയുമില്ല. ആത്മാവിലും സത്യത്തിലുമാണ് പിതാവിനെ ആരാധിക്കേണ്ടതെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ, കുരിശിൽ നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കിയവനായ യേശുനാഥനിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള വചനമുള്ളപ്പോൾ പിന്നെ എന്തിനും മറ്റു വഴികൾ അന്വേഷിക്കണം? എന്തിന് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണം? കർമ്മമാർഗങ്ങളിലൂടെ രക്ഷയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിട്ടുള്ള മഹോപദ്രവകാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് പല മുന്നറിയിപ്പുകളും തരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പൻ. കള്ളപ്രവാചകന്മാർ നിങ്ങളെ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ തെറ്റിക്കാൻ നോക്കും. വൃതന്മാരെ പോലും തെറ്റിക്കാൻ നോക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എത്ര വലിയ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവനും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പൻ. തിരുവചനം അറിയണം, ദൈവത്തിന്റെ വചനം അറിയണം, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. അടുത്ത വാക്യം. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നുമില്ല. അതല്ല, ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഭാര്യ ഭർത്താവ് അപ്പൻ അമ്മ മക്കളെല്ലാം. അവിടെ ചെല്ലുമ്പോൾ ആർക്കും ഭാര്യയായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, ആർക്കും ഭർത്താവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, ആർക്കും മക്കളായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവദൂതന്മാർക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ദൈവദൂതന്മാരായിട്ട് മാറുമെന്നല്ല പറയുന്നത്, ദൈവദൂതന്മാരെ പോലെയാകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് വെളിപ്പെടുത്തലാണ് വേണ്ടത്? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പുനരുദ്ധാനത്തിൽ നിങ്ങൾ ദൈവദൂതർ തുല്യരായിട്ട് മാറും. ഞാൻ ഈ പുനരുദ്ധാനത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇതെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും ഇത് അനുഭവമാക്കി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ പ്രിയമുള്ളവരെ, ഒരു നാളിൽ നിങ്ങളുടെ ശരീരം കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. എപ്പോൾ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. നിങ്ങൾ ഒരു രോഗിയായിട്ടായിരിക്കാം മരിച്ചത്, നല്ലൊരു ശവടക്ക് കിട്ടിയില്ലായിരിക്കാം. കോവിഡിന്റെ കാലത്തെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ആരും ശവടക്കാൻ പോലും വരില്ലാതെ എല്ലാവരും വീട്ടിനകത്ത് മുറിയിൽ വാലടച്ചിരിക്കുകയായിരുന്നല്ലോ. അണുബാധ പേടിച്ചിട്ട് ആരും അടക്കാൻ വന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, എങ്ങനെ ശവടക്കി നോക്കണ്ട. കത്തിച്ചാണോ അടക്കിയത്, കുഴിച്ചുമൂടിയാണോ, നദിയിലെറിഞ്ഞാണോ? പ്രിയമുള്ളവരെ, എങ്ങനെ കൊന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, എങ്ങനെ മരിച്ചു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ മരണത്തിന് ശേഷം നിങ്ങളുടെ ആത്മാവ് പർദീസയിലേക്കോ പാതാളത്തിലേക്കോ. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറകളിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സഹോദര, ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഇന്ന് നീ വേദപുസ്തകം വായിക്കുന്ന വ്യക്തിയാണ്, ഇന്ന് കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്ന വ്യക്തിയാണ്, നീ ഇന്ന് പല അനുഭവങ്ങളും സാക്ഷിക്കുന്ന വ്യക്തിയാണ്, പല ശുശ്രൂഷകളും ചെയ്യുന്ന വ്യക്തിയാണ്. ആയിക്കോട്ടെ, പക്ഷേ വിശ്വാസമുണ്ടോ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന്?
ദൈവത്തിന് മഹത്വം. അവൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല എന്ന് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ? ദൈവത്തിന് മഹത്വം. മരിച്ചാലും ജീവിക്കും, ഇവിടെ കൊണ്ട് അസ്തമിക്കുകയില്ല. നമുക്ക് പുനരുദ്ധാനമുണ്ട്. ഇന്ന് നീ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. നാളുകളായിട്ട് ജീവന്റെ വചനം കേട്ടിട്ടും, ദൈവപുത്രനെ കുറിച്ചുള്ള വചനം കേട്ടിട്ടും, ദൈവപുത്രൻ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ട് ത്യാഗങ്ങളും പരിഹാസങ്ങളും ചമ്മട്ടിയെല്ലാം ഏറ്റുകൊണ്ട് കുരിശന്മേൽ കയറിയെന്നറിഞ്ഞിട്ടും നീ ഇന്നും പാപത്തിൽ രസിക്കുന്നവനാണോ? നിന്റെ കണ്ണുകൾ കൊണ്ട് അരുതാത്ത കാണുന്ന വ്യക്തിയാണോ? നിന്റെ നാവ് കൊണ്ട് അരുതാത്ത സംസാരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ അധരങ്ങൾ ശാപവാക്കുകൾ പറയുന്ന അധരങ്ങളാണോ? നീ മറ്റുള്ളവരെ ശപിക്കുകയും മറ്റുള്ളവരോട് നീരസവും കയ്പുമായിട്ടിരിക്കുന്ന വ്യക്തിയാണോ? ആരോടും എനിക്ക് പരിഭവമില്ല എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം നിനക്കുണ്ടോ? എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, യേശുവിന്റെ സ്വഭാവമാണ് എനിക്കെന്ന് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? യേശുവിനെ പോലെ ആയില്ല എങ്കിൽ, യേശുവിന്റെ സ്വഭാവം പ്രാപിച്ചില്ല എങ്കിൽ, ഇന്നും നീ പാപത്തിന് അടിമയാണെങ്കിൽ, ഇന്നും അശുദ്ധിക്കും മലീമസമായ പാപങ്ങളുടെയും പിന്നാലെയാണെങ്കിൽ, ഇന്നും ഈ ലോകത്തിന് അനുരൂപരായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഇന്നും സാത്താൻ ഇടം കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ, നിനക്ക് അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ. അനുദപിക്കൂ സഹോദര, നീ മാനസാന്തരപ്പെടൂ. യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. അത് നീ തള്ളിക്കളയല്ലേ, പാഴാക്കി കളയല്ലേ. നിന്റെ സകല ശാപങ്ങളും ബന്ധനങ്ങളും ഒഴിക്കുവാൻ ശക്തിയുള്ള രക്തത്തിൽ നീ ആശ്രയിക്കൂ. ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, ഇന്ന് കേൾക്കാൻ കാതുണ്ടല്ലോ, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിനക്ക് അനുദപിക്കരുത്. കർത്താവേ, എനിക്ക് പാപം വന്നുപോയി, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല, കൂലിക്കാരിലൊരുത്തനെ പോലെ എന്നെ കാണണമേ എന്ന് തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ആ ധൂർത്തപുത്രം വന്നതുപോലെ നിങ്ങൾ പറയൂ, കർത്താവേ, ഞാൻ പാപത്തിൽ മരിച്ചവനാണ്, അശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്, അഴുക്കായ ജീവൻ നയിക്കുന്നവനാണ്. കർത്താവേ, സ്വർഗത്തിലെത്തുവാനുള്ള യോഗ്യതയില്ല. എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ ഇപ്പോൾ എന്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ കർത്താവേ. നിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവേ, എന്റെ ശരീരത്തിൽ നിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, ഹല്ലേലൂയ, എന്റെ നാടിയ ഞരമ്പുകളിലൂടെ നിന്റെ തിരുവചനം എന്നിൽ മുഴങ്ങുമ്പോൾ കർത്താവേ, നിന്റെ വിലയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഇന്ന് നിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവേ, എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവേ. ഇത്രയും കാലം ഈ ലോകത്തിന് അനുരൂപനായിട്ട് ഞാൻ ജീവിച്ചു. എന്നാൽ കർത്താവേ, ഇപ്പോൾ നിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന് മുഖത്ത് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നിന്റെ വചനം കേൾക്കുമ്പോൾ എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവേ. ഇത്രയും കാലം മണ്ണാങ്കട്ടയുടെ പിന്നാലെ ഞാൻ ഓടി നടന്ന് എന്റെ ജീവിതം പാഴാക്കി കളഞ്ഞു കർത്താവേ. ഇനി എനിക്ക് എന്റെ യേശുവിനായിട്ട് ജീവിക്കണം, ഇനി എനിക്ക് എന്റെ യേശുവിനായിട്ട് ഓടണം. ഹല്ലേലൂയ. ഇനി നാവും അതരങ്ങളും കൊണ്ട് എന്റെ യേശുവിനെ സ്തുതിക്കണം, അനേകരുടെ യേശുവിനെ കുറിച്ച് എനിക്ക് പ്രഘോഷിക്കണം, യേശുവിന്റെ സാക്ഷിയാകണം. തീരുമാനമുണ്ടോ? തീരുമാനമുണ്ടോ പ്രിയമുള്ളവരെ? ഇന്നും വിധി കൽപ്പിച്ച് നടക്കുകയാണോ? ഇന്നും വിമർശനമായിട്ട് നടക്കുകയാണോ? ഇന്നും ചോദ്യങ്ങളായിട്ട് നടക്കുകയാണോ? ദൈവത്തിന്റെ തിരുവചനം കേൾക്കുമ്പോൾ അവനിൽ ആശ്രയിക്കൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവനിൽ ആശ്രയിക്കൂ. ഒരു ഭവന നിർമ്മാണം നടക്കുകയാണ്. ഒരു ഭവന നിർമ്മാണം. പ്രധാന പണിക്കാരൻ വന്ന് കല്ലുകൾ തിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നല്ലതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൂട്ടിവെക്കുന്നു, മോശമായ കല്ലുകളെല്ലാം വലിച്ചെറിയുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പ്രധാന ശില്പി വന്നു, ആർക്കിടെക്റ്റ്. പ്രധാന ശില്പി വന്നു. കളഞ്ഞ കല്ലുകളുടെ കൂട്ടത്തിൽ ഒരു ഉത്തമമായ ഒരു കല്ല് കിടക്കുന്നു. നല്ല ആകൃതിയുള്ള, നല്ല വലിപ്പമുള്ള, നല്ല വെരുപ്പുള്ളതായ, നല്ല ഘടനയുള്ളതായ ഒരു കല്ല് കിടക്കുന്നു. ഇതെന്തിനാണ് മാറ്റിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തിനാണ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്? ഇത് മറ്റു കല്ലുകളുമായിട്ട് യോജിക്കാത്തത് കൊണ്ടാണ്. ഈ ഉത്തമമായ കല്ല് മറ്റു കല്ലുകളുമായിട്ട് യോജിക്കുന്നില്ല എന്നോ? എങ്കിലൊരു കാര്യം ചെയ്യൂ, ഈ കല്ലെടുത്തിട്ട് ഈ കല്ലിന് യോജിക്കുന്നത് പോലെ മറ്റു കല്ലുകളെല്ലാം രൂപാന്തരം വരുത്തൂ എന്ന് ആർക്കിടെക്റ്റ് പറഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അന്ന് തള്ളിക്കളഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞു. ആ കല്ല് മൂലക്കല്ലായിട്ട് മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവൻ തകർക്കപ്പെട്ടു, അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ നിന്നയേറ്റു, പീഡ സഹിച്ചു. എന്നാൽ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ അവൻ മൂലക്കല്ലായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ഉയർപ്പ് മൂലം നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിത്യജീവനിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാമോ? ഒരു നാളിൽ ഞാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വൈകുന്നുവെങ്കിൽ ഞാൻ മരിക്കും. ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടോ 1000 വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കും കർത്താവ് വരുന്നത്, എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം, ഇന്നായിരിക്കാം കർത്താവ് വരുന്നത്. എപ്പോൾ വന്നാലും എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പുനരുദ്ധാനത്തിൽ. ആ പുനരുദ്ധാന സമയത്ത് നമ്മുടെ ശരീരം ഉയർക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയണം, നമ്മുടെ അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് പറയണം, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒരു നീണ്ട കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു കർത്താവേ. പല പാപക്കെണികളിലും പിശാച് വീഴ്ത്തുവാൻ എന്നെ നോക്കി. എന്നാൽ നിന്റെ വിലയെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽക്കുവാൻ എനിക്ക് നീ ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ ഗംഭീരനാദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുന്നവരായിട്ട് മാറുകയും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചേരുകയും ചെയ്യുന്നതായ മനോഹരമായ സന്ദർഭം. ദൈവത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ, നിങ്ങളുടെ തലകളൊന്ന് ഉണക്കാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം. എൻ്റെ കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്നവരാരും നശിച്ചു പോകാതെ വണ്ണം നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഇവർക്ക് നീ ഒരു രൂപാന്തരം കൊടുക്കണമേ. ആരും വചനം അലക്ഷ്യമാക്കല്ലേ. ഹല്ലേലൂയ. ഇത് നിത്യജീവൻ തരുന്ന വചനമാണ്. ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വചനമാണ്. ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വചനമാണ്. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുള്ള ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ യേശുവിനായിട്ട് ജീവിതം സമർപ്പിക്കണമല്ലോ. സ്നേഹനന്ദിയായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം നിനക്കായിട്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവേ. വിശുദ്ധരാക്കി ഞങ്ങളെ തീർക്കണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ആത്മ നിറവുള്ളൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് തുറന്നിരുമാറാകണമേ. ആമേൻ.